ഈ പള്ളിയിലെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം തന്നെ പറഞ്ഞു, അയ്യോ സമയം പോയി, വേഗം നമുക്ക് കറിയൊക്കെ വെക്കേണ്ടതെന്ന് പറഞ്ഞ് ചിക്കൻ ഉണ്ടായിരുന്നേ. ചിക്കൻ പകുതി എടുത്തുള്ള കേട്ടോ. അതിനകത്തേക്ക് 1.5 സ്പൂണോളം മുളക് പൊടിയും 3 സ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന കറി മസാലപ്പൊടി 1 സ്പൂണോളം ഇട്ട് കൊടുത്ത്, പിന്നെ അതിനാവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത്, ഇതിനാവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കതൊന്ന് കുഴച്ച് നല്ലപോലെ തട്ടിപ്പൊത്തി മൂടി വെക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു ചീനച്ചട്ടിക്കകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിനകത്തേക്ക് 2 പട്ടയും അതേപോലെ തന്നെ 2 തക്കോലവും പിന്നെ 2 കറിയാമ്പും ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് ചൂടായൊക്കെ വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 2 സവാള അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആവശ്യമായിട്ട് 2 പച്ചമുളകും പിന്നെ കുറച്ച് വേപ്പിലയും അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്നത് വഴറ്റിയെടുക്കുക. അത് വയന്നൊക്കെ വരുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു തക്കാളിയോളം ഉണ്ട്, അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പതുക്കിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ അതൊന്ന് കുഴച്ച് കൂട്ടിയൊക്കെ എടുക്കുക. എന്നിട്ട് നമുക്കത് ആവിയിൽ നല്ലപോലെ വേവിച്ചെടുക്കാൻ വേണ്ടി വെക്കുക. പിന്നെ നമ്മളുണ്ടല്ലോ ഉരുളക്കിഴങ്ങ് നന്നാക്കിയൊക്കെ വെച്ചിരിക്കണേ, ചിക്കൻ ഒരുവിധം വെന്തെന്ന് കാണുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതൊരുവിധം വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ ഒരു മുറി തേങ്ങ, ഭയങ്കര പാലൊന്നും വേണ്ട, ആദ്യത്തെ പാല് എടുത്തതാണ് കേട്ടോ, അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെയൊക്കെ കൂട്ടി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. പിന്നെ ഉണ്ടല്ലോ എനിക്ക് കൈ വയ്യാത്തതുകൊണ്ട് മോളാണ് മീൻ വെട്ടാന്നും പറഞ്ഞ് കരിമീനായിരുന്നേ, അവൾ ആദ്യമായിട്ടാണ് വെട്ടണത്, അവൾക്ക് നല്ല നിശ്ചയമൊന്നുമില്ല. അപ്പോൾ എനിക്ക് പേടി കൈയൊക്കെ മുറിച്ചാലോ, എൻ്റെ കൈയാ മുറിഞ്ഞ് കഴിഞ്ഞാൽ അവൾ മുറിക്കുമെന്നൊക്കെ ഓർത്ത്. പക്ഷേ അവൾ നല്ല രീതിയിലൊക്കെ വെട്ടിയെടുത്തായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പുളിവെള്ളത്തിൽ ഒരു 15 മിനിറ്റോളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തെന്നാൽ പെട്ടെന്ന് പൊക്കോളും, തേക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അവൾ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ അവൾ അങ്ങനെയൊക്കെ ഇട്ട് നോക്കണേ. ആദ്യമായിട്ടായത് കാരണം എങ്ങനെ ആവുമോ എന്നുള്ളൊരു പേടിയും ഉണ്ട് അവൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ എടുത്താണ് പഠിക്കേണ്ടത്, പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആശാട്ടി മീത്തിന് നോവുക എന്നുള്ള ഇതിലെടുക്കണത് അവൾക്ക് അറിയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കേണ്ട, അത് പൊക്കോളും, നല്ല രീതിയിൽ നമ്മൾ പതുക്കെ പതുക്കെ ആദ്യത്തേതായത് കൊണ്ടൊക്കെയാണ്, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. എന്തായാലും അവൾ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്ത് പിന്നെ ഞാനത് തിളപ്പിച്ചിട്ടാണ് നല്ല രീതിയിൽ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം ഇപ്പോൾ പതുക്കെ പറമ്പിലേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഞൊടിയനൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ താഴോട്ടൊക്കെ വീണൊക്കെ കിടക്കണം. അപ്പോൾ ആ വാഴക്കടയമ്മയിലേക്ക് തന്നെ ഒന്ന് വെച്ചൊക്കെ കെട്ടിയതാണ്. ഒത്തിരി ഉണ്ടായിരുന്നു, കുറേയൊക്കെ ഞങ്ങൾ പറിച്ചായിരുന്നു. പിന്നെ ഈ കിളികളൊക്കെ വന്നിട്ട് കുറേയൊക്കെ കൊത്തി തിന്നും. പിന്നെ കുറേ ഉറുമ്പുകളൊക്കെ കയറി കഴിക്കും. നല്ല മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഗുണമാണല്ലോ അത് കഴിക്കണമുണ്ട്. അപ്പം ഞാനുണ്ടല്ലോ വാഴയൊക്കെ അവിടെ നട്ടിട്ടുണ്ട്, വാഴക്കണ്ണൊക്കെ. അപ്പം ഞാനത് നനക്കണേനെ. അപ്പോൾ ചേട്ടൻ ഇത് കണ്ടപ്പോൾ ഓടിക്കൊണ്ട് വന്ന്, ഒരു കൈ പാടില്ല, എന്നിട്ട് ആ കൈ നനക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നനച്ചോളാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചൊക്കെ നനക്കണേനെ. അപ്പോൾ ഞാൻ പിന്നെ മാറി നിന്ന്, കൈ ഒന്ന് വിചാരിച്ചല്ലേ പറയണം, എന്നാൽ ശരി നനച്ചോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഉണ്ടല്ലോ വലിയ തെങ്ങൊക്കെ ആയിരുന്നേ, പൊക്കമൊക്കെയാണ് നല്ല, എന്തായാലും കുറേ തേങ്ങയൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇപ്പം എന്ത് പറ്റിയെന്നാ ഉണങ്ങിപ്പോയി, എന്നാൽ ഇടിവെട്ടിൻ്റെ സമയവുമല്ല. പിന്നെ ഞാൻ പറമ്പിലൊക്കെ നടന്ന് അത് കഴിഞ്ഞ് ഞാൻ കയറിപ്പോന്നായിരുന്നു. വൈകുന്നേരത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേന്ന് വിചാരിച്ച് എന്നാൽ മുട്ട പുഴുങ്ങാമെന്ന് വിചാരിച്ച് മുട്ടയൊക്കെ അടുപ്പത്ത് വെച്ച് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പേരക്കിടാവും കുട്ടികളും കൂടെ കൊച്ചും കൂടെ വന്നായിരുന്നു.